വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതോർത്ത് ആത്മാവിൽ പുതുബലം ധരിക്കുവാൻ ദൈവം നമ്മളെ ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിക്കുന്ന ഓർത്ത് കർത്താവിനെ നമുക്ക് എല്ലാവർക്കും സ്തുതിച്ചു കൊണ്ടിരിക്കാം. അല്പസമയം ആ കണ്ണുകളെല്ലാം ഒന്നടച്ച് കഴിയുമെങ്കിൽ ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയെന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ബലവും അങ്ങ് ഞങ്ങളുടെ സങ്കേതവും, കഷ്ടങ്ങളിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത തുണയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഏതൊരാപത്തിലും ഏത് നേരത്തിലും കർത്താവേ, അങ്ങ് മാത്രം ഞങ്ങളുടെ അഭയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങ് മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്രയമായിരിക്കുന്നു. അങ്ങിൽ മാത്രം ഞങ്ങൾ നോക്കുന്നു. വചനം പറയുന്ന പോലെ തന്നെ അങ്ങിൽ ആശ്രയിക്കുന്നവരും അങ്ങ് മാത്രം ആശ്രയമെന്ന് പറയുന്നവരും ഏറ്റവും ഭാഗ്യമുള്ളവരെന്ന് വിളിച്ചു പറയുന്ന പോലെ തന്നെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആ ഭാഗ്യം അനുഭവിച്ചുകൊണ്ട് ഇന്ന് ആ നല്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, എല്ലാ അധരങ്ങളും അല്പസമയം ഒന്ന് ചലിപ്പിച്ച് തുടങ്ങാമോ? എല്ലാ അധരങ്ങളും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെ യാഗം ഇന്ന് പകൽക്കാലം ഉയരട്ടെ. ഒരു നാവ് പോലും അടങ്ങിയിരിക്കാതെ ഇന്ന് പകൽക്കാലം ആ നാവുകളെല്ലാം ചലിപ്പിച്ച് കർത്താവിന് സ്തുതിയും സ്തോത്രവും എന്ന് അർപ്പിച്ച് തുടങ്ങിക്കേ. ഇന്ന് വരെ നമ്മളെ നടത്തിയ ദൈവം, നമ്മുടെ ഭാരങ്ങളെ ചുമന്ന കർത്താവ്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയ ദൈവം, ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേലും ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ പ്രയാസത്തിൻ്റെ നടുവിലും എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ തരുവാൻ സർവശക്തനെന്ന് നിന്ന് പകൽക്കാലം വിശ്വസിക്കുന്നതിൽ കമോൺ ആ അധരങ്ങളെല്ലാം തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് അല്പസമയം കർത്താവെ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങെ ഏറ്റവും അധികമായി ഉയർത്തുന്നു. അങ്ങയുടെ നാമം ബലമുള്ള ഗോപുരമാകുന്നു. അതിലേക്ക് ഞങ്ങൾ ഓടിച്ചെന്ന് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഞങ്ങളുടെ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ കർത്താവെ, അങ്ങ് ഞങ്ങളെ ഏറ്റവും അധികമായി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം കർത്താവിൽ ഏറ്റവും അധികമായി ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ അവർ നാവുകളെല്ലാം ഒന്ന് തുറന്ന്, അധരങ്ങളെല്ലാം തുറന്ന് ഒന്ന് ചേർന്ന് പാടാമോ? എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ചേർന്ന് എൻ്റെ സങ്കേതവും, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഓ എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ചേർന്ന് എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. അവന്റെ കരത്താൽ, കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാറ്റുപാലിക്കും എന്നെ നിത്യം. ഓ കർത്തൻ തൻ കരത്താൽ കാറ്റുപാലിക്കും എന്നെ നിത്യം. ഇത്ര നല്ലവനാ പ്രിയരേ, ഇത്രയിൽ രുചി ഒന്ന് ചേർന്നത് പറഞ്ഞേ, ഇത്ര നല്ലവനാ പ്രിയരേ.
ഇത്വരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും. അത് വിശ്വസിക്കുന്നവർ ചേർന്നൊന്ന് പാടിക്കേ. അവനെ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവർ. ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതം, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത് തുണയും. എന്റെ സങ്കേതം, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ചേർന്ന് ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. 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 അതരം തുറന്നൊന്ന് പാടാമോ? ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. ഇന്ന് പകൽക്കാലം ചങ്കൂറ്റത്തോടൊന്ന് ചേർന്നെന്ന് പറയാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട്? ഏത് ആപത്തിൻ്റെ നടുവിലും, ഏത് പ്രയാസത്തിൻ്റെ നടുവിലും, ഏത് ദുഃഖത്തിൻ്റെ നടുവിലും ആ കർത്താവിനെ മുറുകെ പിടിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇന്ന് പകൽക്കാലം അങ്ങനെ ഏറ്റവും അധികമായി ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. നാം പാടിയ വരികൾ ഇങ്ങനെ പറഞ്ഞു: ഏതൊരാപത്തിലും ഏത് നേരത്തിലും എൻ്റെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. ഇങ്ങനെ പറയുന്നവർ ഒരു വാക്കുകൂടെ ചേർത്തെന്ന് പറയും: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഒന്ന് ചേർന്നെന്ന് പറയാമോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. കാരണം എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ബലഹീനതയുടെ നടുവിലും എന്നെ കൃപയാൽ എന്നെ ബലപ്പെടുത്തുന്ന നല്ല ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിക്കേണ്ടത് അത്യാവശ്യമാണ്. 91-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് ആ മനുഷ്യൻ പറയുകയാണ്, അവൻ എൻ്റെ സങ്കേതവും അവൻ എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഇത് പറയണമെങ്കിൽ അത്യുന്നതന്റെ മറവിൽ നാം വസിച്ചേ മതിയാകത്തുള്ളൂ. സർവശക്തിന്റെ നിഴലിൻ്റെ കീഴിൽ നാം വസിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഭരിക്കണം. നാം ആരുടെ കീഴിലാണ് വസിക്കുന്നതെന്ന്? നാം അത്യുന്നതന്റെ മറവിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ഈ മറവ് നമുക്കുള്ളത് കൊണ്ട് ശത്രുവെ, നിന്റെ പോരാട്ടങ്ങളൊന്നും എന്നെ ലേശം പോലും. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വാസത്തോടെ ആരാധിക്കുന്നവരുടെ മധ്യയിലാണ് ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുന്നത്. യേശുവിനെ തൊട്ട ആ 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ, ഒരുപാട് ജനക്കൂട്ടങ്ങൾ യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസത്തോടെ തൊട്ട ഒരു തൊടൽ അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം കമോൺ, നാം വിശ്വാസത്തോടെ കർത്താവിനെ ചേർന്ന് ആരാധിക്കാൻ വേണ്ടി പോകുകയാണ്. നമ്മുടെ തുണയും നമ്മുടെ സംഗീതവും നമ്മുടെ കോട്ടയമായിരിക്കുന്ന കർത്താവിനെ ഒന്ന് വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കാൻ സാധിക്കുമോ? അവൻ നിന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതാത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്നും നമുക്കെല്ലാവർക്കും ചേർന്ന് ആ കരങ്ങൾ തട്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വാഞ്ചിച്ചുകൊണ്ട് നാം ചേർന്നൊന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി പോകുകയാണ്. പാട്ടുകാരൻ പറയുന്നു: അവൻ എൻ്റെ സങ്കേതവും അവൻ എൻ്റെ കോട്ടയും അവൻ ഈ ലാകുലത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് മാത്രം മതിയെന്ന് ചേർന്ന് വിശ്വാസത്തോടെ പറയുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ തട്ടി നന്ദിയോടെ
അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. ചേർന്ന് ഓ അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപ മഴ പോൽ. വിശ്വസിക്കുന്നവർ ചേർന്ന് പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും ഓ പകർന്നിടും ചേർന്ന് പറഞ്ഞേ തുണയെനിക്കേശു, തുണയെനിക്കേശുവേ. ഓ ശക്തിയോടെ ചേർന്ന് ഓ തുണയെനിക്കേശുവേ. കുറവിനിയെല്ലതാൻ അനുദിനം തൻ നിഴലിൽ ഓ മറവിൽ വസിച്ചിടുന്ന ശരണമവൻ തരും തൻ അവൻ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമായി ഓ പരമനി പാരിടത്തിൽ ശരണമവൻ തരും തൻ ഓ ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമായി ഓ പരമനി പാരിടത്തിൽ തുണയെനിക്കേശുവേ, തുണയെനിക്കേശുവേ. ഇന്ന് ചേർന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, എന്റെ കർത്താവേ, അങ്ങനെക്ക് തുണയാണ്, അങ്ങനെക്ക് സങ്കേതമാണ്, അങ്ങനെക്ക് കോട്ടയാണ്. ഓ കഷ്ട ദിവസത്തിൽ എന്റെ കൂടെ ഇരിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾ ഏറ്റവും അധികമായി സ്തുതിക്കുന്നുവെന്ന് പറയുന്നവർ ശക്തിയോടെ ചേർന്ന് വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമണിന്തേ ഓ വല്ലവൻ കാത്തിരുമേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി ഓ വല്ലവൻ കാത്തിടുമേ. തുണയെനിക്കേശുവേ, കുറവിനിയെല്ലതാൻ അനുദിനം തന്നിടലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ, കുറവിനിയെല്ലതാൻ അനുദിനം തന്നിഴലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ എന്റെ ആപത്തു നാളുകളിൽ ഓ ആഗതനാമരികിൽ ഓ ആശ്വസിപ്പിച്ചിടും. ആകുലവേളകളിൽ എന്റെ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ഓ ഒരിക്കൽ കൂടിയ വരികൾ ചേർന്നൊന്ന്. ആകുലവേളകളിൽ എന്റെ ആപത്തു നാളുകളിൽ അവനാഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടും. ആകുലവേളകളിൽ എന്റെ ആപത്തു നാളുകളിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ. അതുകൊണ്ട് ചേർന്ന് പറഞ്ഞേ, തുണയെനിക്കേശുവേ, കുറവിനിയെല്ലതാൻ അനുദിനം തന്നിഴലിൽ ഓ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ, കുറവിനിയെല്ലതാൻ
അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും. താഴ്ചയിൽ നമ്മെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയെന്നിയെ കാത്തവനെ. ആമേൻ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, വീഴ്ചയെന്നിയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ വചേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ വചേകി നിത്യം. ഒന്നിലും പതറിയിടരുതേ, ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൻ വഴി ചേർന്ന് വിശ്വാസത്തോടെ ഒന്നിലും പതറിയിടരുതേ. കണ്ണീരിൻ വഴി പോയിടിലും ആമേൻ. മണ്ണരിൽ മന്നവൻ നമ്മോട് കൂടെ, അവനെന്ന് വഴി നടത്തുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് മണ്ണരിൽ മന്നവൻ നമ്മോട് കൂടെ എന്നും അവൻ. ചേർന്ന് പറഞ്ഞേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ. ഇന്നുമെന്നും വിശ്വാസത്തോടെ ചേർന്ന് യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ. ഇന്ന് പകൽക്കാലം ആ വരികളൊന്ന് വിശ്വാസത്തോടെ ചേർന്ന് യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ. എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ഇവലം ധാരികരൗടബലകതല രക്ഷകരം ചലരീ ഫലമൗടകരകതലരേ സപരം ശകരം ചേ രിവലകരൗടാരിവലം ചുരകം രഗരം രഗരം ശകരം. ഇന്ന് വിശ്വസിക്കാമോ? ആകുലവേളകളിൽ ആഗതന നിന്റെ അരികിൽ വരുന്ന കർത്താവിനെ, ആ ദൈവത്തിന്റെ സ്നേഹം കഴിഞ്ഞ നാളുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇനിയും അവൻ എന്നെ കരുതുവാൻ സർവശക്തനെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, എന്നെ കരുതുവാനും എന്നെ കാക്കുവാനും എന്നെ പാലിപ്പാനും എന്റെ കർത്താവ് സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ തന്നെ ഈ ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച എന്റെ യഹോവയുടെ പക്കൽ എന്റെ സഹായം ലഭ്യമാണെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ഞങ്ങളങ്ങേ ആരാധിക്കുന്നേ, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നേ. ഞങ്ങളുടെ സഹായ സൈന്യവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ സങ്കേതവും ആപത്തിൽ നല്ല തുണയുമായിരിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളങ്ങ് ഉയർത്തുന്നേ, ഇന്ന് പകൽക്കാലം ഞങ്ങളങ്ങേ വാഴ്ത്തുന്നേ. We exalt your name higher, we praise your name higher. Oh Jesus, Jesus. ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാമോ? നാം പാടിയ വരികളിൽ ഇങ്ങനെ പറയുന്നു, ആകുലവേളയിൽ ആപത്തു നാളുകളിൽ എൻ്റെ അരികിലേക്ക് വന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം. പലപ്പോഴും ജീവിതത്തിൻ്റെ മുൻപിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കണ്ട് പകച്ചു നിന്നപ്പോഴും എൻ്റെ ചെവിയിലൊരു മൃദുസ്വരം കേട്ടു, ഭയപ്പെടേണ്ട കുഞ്ഞെ, ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ വഴി നടത്തുവാൻ സർവശക്തനാകുന്നു, ഞാൻ നിന്റെ കരം പിടിച്ച് ഞാൻ നിന്നെ വഴി നടത്താം. ഇങ്ങനെയൊക്കെയുള്ള മൃദുസ്വരങ്ങൾ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകൾ ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങളുടെ കണ്ണിൻ മുൻപിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കമോൺ, ഇന്ന് പകൽക്കാലം അടങ്ങിയിരിക്കാതെ ആ കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ സ്തുതിക്കേണ്ടത് അത്യാവശ്യമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, വിശ്വാസത്തോടെ പറയുകയാണ്, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, നീ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ഇന്ന് പകൽക്കാലം ഈ വാക്കൊന്ന് വിശ്വസിച്ച് പറഞ്ഞേ. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, എന്നാലും ആകുലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവരുണ്ടെങ്കിൽ ചേർന്നു പറഞ്ഞ്, കർത്താവ്, ഇത്രത്തോളം അങ്ങ് സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ, ഇത്രത്തോളം അങ്ങനെ കരുതുവാൻ ഞാനും എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്ന് ചേർന്ന് പറയുന്നവർ
ഇന്ന് നന്ദി ഹൃദയത്തോടെ ആ കരങ്ങൾ ഉയർത്തിയൊരു പറഞ്ഞേ, ആകുല വേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. അനുഭവിച്ചവർ ചേർന്നു. ഓ ആകുല വേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ്റെ നാളിൽ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. കണ്ണ് നിറഞ്ഞല്ലാതെ ഈ വരികൾ എത്ര പേർക്ക് പറയാൻ സാധിക്കും? അവൻ നമ്മളെ കരുതിയതല്ലേ? ആ ദൈവത്തിൻ്റെ സ്നേഹം കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചറിഞ്ഞതല്ലേ ഇന്നയോളം നാം നടക്കുവാനുള്ള കാരണം? ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞതല്ലേ ഇത്രത്തോളം ദൈവം നമ്മെ നടത്തുവാനുള്ള കാരണം? അതുകൊണ്ട് ആ സ്നേഹം കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ, ഇപ്പോഴും ആ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ആ കരങ്ങളൊന്ന് തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ കരങ്ങളും ഒന്ന് തട്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് ആ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നവർ, മഹാനായ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നവർ, അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നവർ, ഇത്ര വലിയ സ്നേഹം തരുവാൻ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ വലിയ കരുണയോർത്ത്, ഓ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലക്കി വാങ്ങി, ഓ പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് തന്നെങ്കിൽ, കമോൺ ഇന്ന് പകൽക്കാലം ആ നല്ല ദൈവത്തെ സ്തുതിക്കുന്നവർ ആ കരങ്ങളെല്ലാം ഒന്ന് തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. ഹോരി ബനഥരക ബാബാ ശേഖരി മനഥോരി ബാബാ 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 റിഥരക മാബ. അല്പസമയം ദൈവത്തെ ആരാധിച്ച് തുടങ്ങിയാട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങൾ സമയം നോക്കണ്ട. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രസംഗത്തിലല്ല നിങ്ങളുടെ വിടുതലിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ പാട്ടിലല്ല നിങ്ങളുടെ വിടുതലിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ കർത്താവിനെ വിശ്വസിക്കുന്നു, നിങ്ങൾ എങ്ങനെ കർത്താവിനെ സമീപിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എത്രത്തോളമുണ്ട്, അതിനനുസരിച്ച് ഇന്ന് പകൽക്കാലം വേണ്ട ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഓ റബബബ ശേഖരിബ ലഥോറബന ബബബ ഓരി ഖതറ റിബ നഥോരിബ ശേഖരിബ ലഥോരിമനത റമന ഖറബ ശേഖരിബ ലബ. ഓ നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ എന്റെ ദൈവം അവൻ സുഖപ്പെടുത്തുന്നു. നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ വെച്ച് കെട്ടുവാൻ മനുഷ്യർക്ക് സാധിക്കത്തില്ല. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ പരിചയപ്പെടുത്തുന്നു, എന്റെ ദൈവത്തിന് സാധിക്കും. നിന്റെ മുറിവുകളെ വെച്ച് കെട്ടുവാൻ, നിന്റെ ഹൃദയത്തിലേറ്റ മുറിവുകളെ, നിന്റെ ഹൃദയത്തിലേറ്റ ക്ഷയങ്ങളെ എന്റെ ദൈവത്തിന് ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ എന്റെ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇന്ന് നിന്റെ ഹൃദയം കർത്താവിലേക്ക് ഭരമേൽപ്പിച്ച് Rakamashakara roto ribalata rakamana ramana torika bashake ribalata rakamasheti delibarabalato rikarada ramana bashake tara rakamashakara balato. ഇന്ന് പകൽക്കാല ദൈവാത്മ ചില അമ്മമാരെ ചൂണ്ടി ചില ദൂതറിയിക്കുന്നു, ചില മാതാക്കളെ ചൂണ്ടി ചില ദൂതറിയിക്കുന്നു. നിങ്ങളുടെ മക്കളെ ചിന്തിച്ച് നിങ്ങളുടെ മക്കളുടെ ഭാവി എന്താകും എന്നൊക്കെ ചിന്തിച്ച്, എൻ്റെ മകന്റെ ഭാവി അടഞ്ഞു പോയല്ലോ, എൻ്റെ മകന്റെ ജീവിതം ഇതോടെ നിന്നുപോയല്ലോ, എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മക്കളെ ഞാൻ പോറ്റി വളർത്തി എൻ്റെ കർത്താവിനൊക്കെ ഞാൻ അടുപ്പിച്ചു, പക്ഷെ എന്തുകൊണ്ട് കർത്താവെ അങ്ങേ അവരിപ്പോഴറിയുന്നില്ല? അങ്ങനെ സ്നേഹത്തെ എന്തുകൊണ്ട് അവർ വിട്ടുമാറുന്നു? പ്രിയ മാതാവേ, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഹൃദയത്തിലെ വേദനകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി നിന്റെ മകനെ, നിന്റെ മകളെ അവൻ തിരിച്ചു തരാൻ വേണ്ടി പോകുന്നു. വചനം പരിശോധിക്കുമ്പോൾ
ഒരു മാതാവ് തൻ്റെ മകൻ എന്നേക്കുമായി നശിച്ചിരിക്കുന്നു, തൻ്റെ മകൻ എന്നേക്കുമായി മരണമടഞ്ഞിരിക്കുന്നു, അവൻ എന്നേക്കുമായി ഇല്ലാതായി പോയിരിക്കുന്നു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട നിമിഷം അവൾ കരഞ്ഞുകൊണ്ട് നടന്നു വന്നപ്പോൾ യേശു അവളുടെ ഉള്ളത്തെ കണ്ടു. യേശു അവളെ കണ്ടു, മനസ്സലിഞ്ഞു. ബാല്യക്കാര, നീ എഴുന്നേൽക്ക. തന്റെ മകനെ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു നൽകിയ പോലെ തന്നെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂതറിയിക്കുന്നു, നിന്റെ മകനെ, നിന്റെ മകളെ നിന്റെ ജീവിതത്തിലേക്ക് അവൻ മടക്കി തരികയാണ്. ഇന്ന് നീ വിശ്വസിച്ചേ, നിന്റെ തുരുത്തിലെ വെള്ളമെല്ലാം തീർന്നേക്കാം, നിന്റെ ആശകളെല്ലാം നശിച്ചേക്കാം. മുൻപിൽ മരണം മാത്രമായിരിക്കാം നിന്റെ മുൻപിൽ, എന്നാൽ മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ എന്റെ ദൈവത്താൽ സകലവും സാധ്യമത്രേ. മരുഭൂമിയിൽ ഹാഗറെ നിന്റെ മകന് വേണ്ടി നീരുറവ തുറന്ന പോലെ തന്നെ ഇന്ന് നിന്റെ ദൈവം നിനക്ക് വേണ്ടി നീരുറവകൾ നീ പോലും ചിന്തിക്കാത്ത സ്ഥലത്ത് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുകയത്രേ. ശക്തമായി കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് അല്പസമയം ആരാധിപ്പാൻ, അല്പസമയം കരയണമെങ്കിൽ കരഞ്ഞാട്ട്, ഒരു തുള്ളി കണ്ണുനീര് ആലയത്തിൽ വീഴട്ടെ. ഇതുപോലൊന്ന് ചലനമുണ്ടാക്കി നമ്മുടെ ഒരു ദൈവസഭയാണ്, ആരാധന ആലയമാണ്. സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ സമയം വേർതിരിച്ചൂടെ വന്നത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചേർന്നത് പാടാമോ? വിശ്വസിക്കുവാനുമൻ ആശ വെച്ചിടാനുമേ, വിശ്വസിക്കുവാനുമൻ ആശ വെച്ചിടാനുമേ, വിശ്വമാശ്വസിക്കാൻ ആശ്രയവും യേശുദാൻ, വിശ്വമാശ്വസിക്കാൻ ആശ്രയവും. ചേർന്നെന്നും നല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും. ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്, ആരോഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പിടിച്ചൊന്ന് പറഞ്ഞ്, അവനെന്നും നല്ലവൻ യേശുവേ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. അങ്ങനെ വിശ്വസിക്കുന്നവരെ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയെ. ഇന്ന്